ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിന് നീതി കിട്ടണമെങ്കിൽ കെ മുരളീധരൻ മന്ത്രിയാകാൻ പാടില്ലായിരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രി. കാരണം എന്താ? കെ മുരളീധരൻ DIC എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് പൊതുവേദിയിൽ എറണാകുളത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞ വാചകങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി, നിങ്ങൾ കരിഞ്ചന്തക്കാരുടെയും കൊള്ളക്കാരുടെയും ഏജന്റാണ് എന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ വികലാംഗരെയും പിന്നെ ആലംബഹീനരെയും തെരുവിലിറക്കിയവനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് വിളിച്ചു പറഞ്ഞ ആളുടെ പേര് കെ മുരളീധരൻ എന്നാണ്. ആ കെ മുരളീധരൻ ഇന്ന് ഈ പറയുന്ന UDFന്റെ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് ഉണ്ടായ പിന്നെ ഈ പറയുന്ന നമുക്കറിയാമല്ലോ AK ആന്റണി മുതലക്കണ്ണീരൊഴുക്കിയില്ലേ അദ്ദേഹം മരിക്കുന്ന സമയത്ത്. അവർ തമ്മിൽ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് കെ കരുണാകരനെ വെട്ടി താഴെ ഇറക്കിയത്. അപ്പൊ അതിനുശേഷം ഇദ്ദേഹത്തെ ഈ പറയുന്ന AK ആന്റണി ഉമ്മൻചാണ്ടി ഒഴിവാക്കാൻ വേണ്ടി കള്ളക്കളി കളിച്ചിട്ടുണ്ട്. അപ്പോഴും ഇവിടെയും എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉമ്മൻചാണ്ടിക്ക് എവിടെയാണ് നീതി കിട്ടിയത്? ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചവരല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് കേട്ടാൽ അറയ്ക്കുന്ന അനാവശ്യം പറഞ്ഞു വരുത്തിയ ഒരു ചക്കരപ്പെണ്ണിന്റെ മുതലാളിയുണ്ട്. ആ മുതലാളി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനായി എന്നുള്ളതായിരിക്കും ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടി എന്നുള്ളതിന്റെ തെളിവ്, അല്ല വേറൊന്നുമല്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ ഏറ്റവും അധികം പീഡിപ്പിച്ചിട്ടുള്ളതും ക്രൂരമായി മാനസിക പീഡനം ഏൽപ്പിച്ചിട്ടുള്ളതും കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള നേതാക്കന്മാർ തന്നെയാണെന്നേ, അല്ലാതെ വേറെ ആരുമല്ല. കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെയാണ്. ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും നമ്മുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെങ്കിലും ഈ പറയുന്ന കെ മുരളീധരൻ ആണെങ്കിലും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ അദ്ദേഹം ശുദ്ധനാണ് കേട്ടോ, അനൂപ് ജേക്കബ്. അദ്ദേഹത്തിന്റെ അച്ഛൻ TN ജേക്കബ് ആണെങ്കിലും എന്ന് വേണ്ട ഒരു നിരയെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഉമ്മൻചാണ്ടിയുടെ പതനം കാണാൻ വേണ്ടി കാത്തുകെട്ടിയിരുന്നവരാണ്. ആ കാത്തുകെട്ടിയിരുന്നവരെല്ലാം വിജയിച്ച് മന്ത്രിസ്ഥാനങ്ങളിലും പിന്നെ ഈ പറയുന്ന പല സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ചാണ്ടിയുമ്മന് തോന്നുന്നത് ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടി. നമ്മൾ പറയും, അല്ലെ ഞാൻ പറയും, ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടണമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി BD സതീശനാകാൻ പാടില്ലായിരുന്നു. ഇത്തവണ UDF മന്ത്രിസഭ അധികാരത്തിൽ കയറാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ UDF കാര്യം എന്താ? UDF അധികാരത്തിൽ കയറിയാൽ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ സകലമാന ആൾക്കാരും അധികാര സ്ഥാനങ്ങളിലേക്ക്, താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരികയാണ് ഇപ്പൊ വന്ന പോലെ. പിന്നെ അതുകൊണ്ടല്ലേ അപ്പം ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടിയില്ല എന്ന് നമ്മൾ നിസ്സംശയം ഇക്കാര്യത്തിൽ പറയേണ്ടി വരും. ചാണ്ടിയുമ്മൻ പറയുന്ന പോലെ ഇനി അഥവാ നീതി കിട്ടണമായിരുന്നെങ്കിൽ ഈ പറയുന്ന ചാണ്ടിയുമ്മൻ ഒരു മന്ത്രിയാകണമായിരുന്നു, അല്ലെ? പിന്നെ ഇവിടേക്ക് 85,000 രൂപ വിലയുള്ള സൈക്കിളിലാണ് പിന്നെ MLA അതായത് പിന്നെ നിയമസഭയിലേക്ക് വരുന്നത്. അച്ഛന്റെ ചിത്രം, അതായത് ഉമ്മൻചാണ്ടിയുടെ പടമുള്ള ഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം സഭയിലെത്തി ഇത് നടത്തിയത്.